ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കോമക്സ് ട്യൂട്ടോറിയൽ. ജി എസ് ടി രജിസ്ട്രേഷൻ എന്ന ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൻ്റെയും സെക്കൻഡ് പാർട്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇതുവരെ നമ്മൾ സെക്ഷൻ 22, 23, 24 എന്നിവ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സെക്ഷൻ 22 പറയുന്നത് എന്താണ്? പേഴ്സൺ ലാബിൾ ഫോർ രജിസ്ട്രേഷൻ. അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇത്ര ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ രജിസ്ട്രേഷൻ ചെയ്യാൻ നിർബന്ധിതനാകും. സെക്ഷൻ 23 പറഞ്ഞ എന്താണ്? പേഴ്സൺ നോട്ട് റിക്വയർഡ് ഫോർ രജിസ്ട്രേഷൻ. 2-3 ആൾക്കാരെ പറഞ്ഞു ഇവർ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് സെക്ഷൻ 24 കമ്പൽസറി രജിസ്ട്രേഷൻ. കുറച്ച് ലിസ്റ്റ് ഓഫ് പേഴ്സൺസ് പറഞ്ഞു, അവർ എന്തായാലും നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ, സെക്ഷൻ 25. ഒരു പേഴ്സണിന് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ പ്രൊസീജിയറിലൂടെ കടന്നു പോകണം. അത് പ്രകാരമാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അതാണ് ഈ സെക്ഷൻ 25 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്ഷൻ 25 പറയുന്നത് എന്താണ്? പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ. ഇനി സെക്ഷൻ 26 പറയുന്നത് ഡീംഡ് രജിസ്ട്രേഷൻ. ആൻഡ് സെക്ഷൻ 27 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രജിസ്ട്രേഷൻ ഫോർ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആൻഡ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഈ 2 സെക്ഷൻസും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ സെക്ഷൻ 25 പ്രകാരം നോർമലി ഒരാൾക്ക് രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എവരി പേഴ്സൺ ഹൂ ലാബിൾ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 22-24 ഷാൽ ബി അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ in every such state or union territory in which he is liable within 30 days from the date on which he become liable to registration. ഏതെങ്കിലും ഒരു പേഴ്സൺ സെക്ഷൻ 22 അല്ലെങ്കിൽ സെക്ഷൻ 24 പ്രകാരം രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വന്നാൽ, ഇപ്പോൾ സെക്ഷൻ 22 പറയുന്നത് എന്താണ്? പേഴ്സൺ ലാബിൾ ഫോർ രജിസ്ട്രേഷൻ. ആ അഗ്രിഗേറ്റ് ടേൺ ഓവർ ത്രഷോൾഡ് ലിമിറ്റിനേക്കാൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. ആൻഡ് സെക്ഷൻ 24 എന്താ പറഞ്ഞത്? സെക്ഷൻ 24 കമ്പൽസറി രജിസ്ട്രേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ 2 സെക്ഷൻ പ്രകാരം രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വന്നാൽ എവിടെയൊക്കെയാണോ ആ പേഴ്സൺ ബിസിനസ് ചെയ്യുന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി, അവിടെ 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഒരു പേഴ്സൺ രജിസ്ട്രേഷൻ ചെയ്യാൻ ലാബിളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ എവിടെയാണോ ബിസിനസ് ചെയ്യുന്നത് ആ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഒരു എക്സാമ്പിൾ പറയാം. 1/1/2021 ഈ രജിസ്ട്രേഷൻ ലാബിളായി കഴിഞ്ഞു എന്ന് വിചാരിക്കാം. എന്നുവെച്ചാൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇത്ര 20 ലാഖിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യാൻ ലാബിളായി. അങ്ങനെയാണെങ്കിൽ 1/2/2021 1 ഫെബ്രുവരി 2021 രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ക്ലിയർ? അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് ലീഗൽ നെയിമും പാന്, മൊബൈൽ നമ്പർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താം. എന്നിട്ട് GST പോർട്ടലിൽ പോയിട്ട് GST രജിസ്ട്രേഷൻ 01 എന്ന ഫോമിൽ പാർട്ടി എയിൽ പോയിട്ട് ഈ ലീഗൽ നെയിമും പാനും മൊബൈൽ നമ്പറും ഇമെയിലും സ്റ്റേറ്റും ഒക്കെ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മളുടെ മൊബൈൽ നമ്പറും അതേപോലെ പാൻ നമ്പറൊക്കെ എന്ത് ചെയ്യും? വെരിഫൈ ചെയ്യും. എന്നിട്ടൊരു റെഫറൻസ് നമ്പർ ജനറേറ്റ് ചെയ്യും. ആ റെഫറൻസ് നമ്പർ ഉപയോഗിച്ചിട്ട് GST രജിസ്ട്രേഷൻ 1 പാർട്ട് B ഫോം കൂടി സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡോക്യുമെൻറ്റും ഒക്കെ എന്ത് ചെയ്യാണ്ട് അതിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഈ സെക്ഷൻ 25 ഡിസ്കസ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും ഇതിനെ പറ്റിയിട്ട് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുന്നതാണ്. ഓക്കെ, സെക്ഷൻ 25 നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് വെച്ചാൽ എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഓർ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ഷാൾ അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ അറ്റ്ലീസ്റ്റ് 5 days prior to the commencement of business.
കാഷ്വൽ ടാക്സബിൾ പേഴ്സണും നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൻ്റെ കേസിൽ സെക്ഷൻ 24 പ്രകാരം കമ്പൽസറി രജിസ്ട്രേഷൻ ചെയ്യേണ്ട വ്യക്തികളാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ CTP ആണോ NRTP ആണോ അവർ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സണും അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണോ ഏതെങ്കിലും സ്റ്റേറ്റിലോ യൂണിയൻ ടെറിട്ടറിയിലോ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പോകുന്നുണ്ട് എങ്കിൽ ആ സ്റ്റേറ്റിൽ അവർ ബിസിനസ് കമൻസ് ചെയ്യുന്നതിൻ്റെ 5 ദിവസം മുമ്പെങ്കിലും രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എ ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ്. അപ്പോൾ എന്താണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, എന്താണ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതറിയാത്തവർ ആ വീഡിയോ കാണുക. അപ്പോൾ മിസ്റ്റർ എ ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ്. അദ്ദേഹം ഒരു സ്റ്റേറ്റിൽ താൽക്കാലികമായിട്ട് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ആ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റിൽ ബിസിനസ് കമൻസ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ 5 ദിവസം മുമ്പെങ്കിലും രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. നോർമൽ പേഴ്സൻ്റെ കേസിൽ രജിസ്ട്രേഷൻ ലാബിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ ചെയ്താൽ മതിയാകും. എന്നാൽ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൻ്റെ കേസിൽ ബിസിനസ് ചെയ്യുന്നതിന് 5 ദിവസം മുമ്പെങ്കിലും രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ക്ലിയർ? സെക്ഷൻ 25 സബ്സെക്ഷൻ 2 പറയുന്നത് സിംഗിൾ രജിസ്ട്രേഷൻ ഇൻ വൺ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ഈ ഒരു പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ പഠിച്ചു GST എന്നത് സ്റ്റേറ്റ് വൈസ് ആണ്. ഒരു പേഴ്സൺ ഒരു സ്റ്റേറ്റിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ സ്റ്റേറ്റിൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഇനി ഒരു പേഴ്സൺ ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലും രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. എക്സാമ്പിൾ, എ ലിമിറ്റഡ് 3 സ്റ്റേറ്റിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഒന്ന് കേരള, രണ്ടാമത്തെ സ്റ്റേറ്റ് തമിഴ്നാട്, മൂന്നാമത്തെ സ്റ്റേറ്റ് കർണാടക. അപ്പോൾ ഈ 3 സ്റ്റേറ്റിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 3 സ്റ്റേറ്റിലും സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. ഇവിടെ എ ലിമിറ്റഡിൻ്റെ സെയിം പാനാണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നതെങ്കിലും അവിടെ സ്റ്റേറ്റ് വൈസ് ആയതുകൊണ്ട് GST എന്നുള്ളത് സ്റ്റേറ്റ് വൈസ് ആയതുകൊണ്ട് എല്ലാ സ്റ്റേറ്റിലും രജിസ്ട്രേഷൻ എടുക്കണം. അതാണ് പറയുന്നത്, എ പേഴ്സൺ സീക്കിംഗ് രജിസ്ട്രേഷൻ അണ്ടർ ദിസ് ആക്ട് ഷാൾ ബി ഗ്രാൻറ്റഡ് എ സിംഗിൾ രജിസ്ട്രേഷൻ ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ക്ലിയർ? ഇനി ഒരു സ്റ്റേറ്റിൽ മൾട്ടിപ്പിൾ ബിസിനസ് വെർട്ടിക്കൽ ഉണ്ടെങ്കിൽ ഓരോ ബിസിനസ് വെർട്ടിക്കലിനും സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കാം. എ പേഴ്സൺ ഹാവിംഗ് മൾട്ടിപ്പിൾ ബിസിനസ് വെർട്ടിക്കൽ ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി may be granted a separate registration for each business vertical subject to prescribed condition. ഒരു എക്സാമ്പിൾ പറയാം. എ ലിമിറ്റഡ് കേരളത്തിലാണ് എ ലിമിറ്റഡ് ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ 2 ബിസിനസ് വെർട്ടിക്കൽ ഉണ്ട്. 2 സെപ്പറേറ്റ് ആയിട്ടുള്ള ബിസിനസ്സാണ് എ ലിമിറ്റഡ് ചെയ്യുന്നത്. ബിസിനസ് വെർട്ടിക്കൽ 1, ബിസിനസ് വെർട്ടിക്കൽ 2. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 2 സെപ്പറേറ്റ് ബിസിനസ് വെർട്ടിക്കലിന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കാം. ഓക്കെ, സെക്ഷൻ 25 പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സബ്സെക്ഷനാണ് സെക്ഷൻ 25 സബ്സെക്ഷൻ 3 വോളണ്ടറി രജിസ്ട്രേഷൻ. ഇപ്പോൾ സെക്ഷൻ 22 പ്രകാരം ഒരു പേഴ്സൻ്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ത്രഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യണം. എന്നാൽ സെക്ഷൻ 24 പ്രകാരം ആ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വ്യക്തികളെല്ലാവരും കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കുകയും വേണം. ഓക്കെ, ഇനി ഒരു പേഴ്സണ് ഈ 2 സെക്ഷൻ പ്രകാരം എന്ന് വെച്ചാൽ സെക്ഷൻ 22 ആൻഡ് 24 പ്രകാരം രജിസ്ട്രേഷൻ എടുക്കാൻ ലാബിൾ അല്ലാത്ത വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കാം. അപ്പോൾ വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നോർമലി രജിസ്ട്രേഷന് ലാബിൾ ആയിട്ടുള്ള വ്യക്തി രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ എന്തെല്ലാം പ്രൊവിഷൻസ് ആണോ ഫോളോ ചെയ്യുന്നത് അതിൻ്റെ ആ എല്ലാ പ്രൊവിഷൻസും വോളണ്ടറി രജിസ്ട്രേഷൻ എടുക്കുന്ന വ്യക്തിക്കും ബാധകമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 22 ആൻഡ് 24 പ്രകാരം ലാബിൾ അല്ലാത്ത വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് രജിസ്ട്രേഷൻ എടുക്കാം. അതിനെയാണ് വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 25 നെക്സ്റ്റ് സബ്സെക്ഷൻ പറയുന്നത്
A person who has obtained or is required to obtain more than one registration shall in respect of each registration be treated as a distinct person. ഒരു പേഴ്സൺ ഒരു സ്റ്റേറ്റിൽ ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ അവ പരസ്പരം ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. എക്സാമ്പിൾ, എ ലിമിറ്റഡ് കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ്. ആ എൻറ്റിറ്റിക്ക് 2 ബിസിനസ് വെർട്ടിക്കിൾ കേരളത്തിലുണ്ടെങ്കിൽ രണ്ടിനും സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവ രണ്ട് തമ്മിൽ ബിസിനസ് വെർട്ടിക്കിൾ 1ഉം ബിസിനസ് വെർട്ടിക്കിൾ 2ഉം തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഇവരെന്താണ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ക്ലിയർ? ഇനി where a person who has obtained or is required to obtain registration in a state or union territory in respect of an establishment in another state or UT, then such establishment shall be treated as establishment of distinct person. അപ്പോൾ എന്താണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ? അതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഒരു എക്സാമ്പിളൂടെ നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ബിസിനസ് വെർട്ടിക്കിൾ 1ഉം ബിസിനസ് വെർട്ടിക്കിൾ 2ഉം തമ്മിൽ എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ആണ്. ഇനി ഈ എ ലിമിറ്റഡിന് തമിഴ്നാടും ഒരു ബിസിനസ് ഉണ്ട് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. ഈ തമിഴ്നാട്ടിലും ഈ എ ലിമിറ്റഡിന് 2 ബിസിനസ് വെർട്ടിക്കിൾ ഉണ്ട്, ബിസിനസ് വെർട്ടിക്കിൾ 1, ബിസിനസ് വെർട്ടിക്കിൾ 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ആണ്. ഇനി ഈ ബിസിനസ് വെർട്ടിക്കിൾ 1ഉം ഈ ബിസിനസ് വെർട്ടിക്കിൾ 1ഉം തമ്മിൽ, എന്ന് വെച്ചാൽ കേരളത്തിലെ ബിസിനസ് വെർട്ടിക്കിൾ 1ഉം തമിഴ്നാട്ടിലെ ബിസിനസ് വെർട്ടിക്കിൾ 1ഉം തമ്മിൽ ഉള്ള ആ ഒരു റിലേഷനാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ എ ലിമിറ്റഡിൽ കേരളത്തിൽ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ബിസിനസ് വെർട്ടിക്കിൾ 2ഉം തമിഴ്നാട്ടിൽ ചെയ്യുന്ന ബിസിനസ് വെർട്ടിക്കിൾ 2ഉം തമ്മിൽ എന്ത് റിലേഷൻ ആവും? അപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 25 തന്നെ നെക്സ്റ്റ് സബ്സെക്ഷൻ പറയുന്നതാണ് എവരി പേഴ്സൺ ഷാൾ ഹാവ് എ പാൻ ഇഷ്യൂഡ് അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് ഇൻ ഓർഡർ ടു എലിജിബിൾ ഫോർ ഗ്രാൻറ്റ് ഓഫ് എ രജിസ്ട്രേഷൻ. ഓക്കെ, ഒരു പേഴ്സണിന് രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള പാൻ ഉണ്ടാകും, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ. അത് എന്തായാലും ഉണ്ടായിരിക്കണം രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാൻ ഉണ്ടായിരിക്കണം. ഇനി ഒരു പേഴ്സണ് TDS സെക്ഷൻ 51 പ്രകാരം TDS ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് അത് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ TDS കട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. GST രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാന് മസ്റ്റാണ്. ഇനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന നെക്സ്റ്റ് പോയിന്റ് ആണ് എ പേഴ്സൺ ഹാവിങ് എ യൂണിറ്റ് ഇൻ എ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഓർ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഡെവലപ്പർ ഷാൾ ഹാവ് ടു അപ്ലൈ ഫോർ എ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഹിസ് പ്ലേസ് ഓഫ് ബിസിനസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ സെസ് ഇൻ ദി സെയിം സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ഒരു പേഴ്സണ് സ്പെഷ്യൽ എക്കണോമിക് സോണിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഡെവലപ്പറിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് എങ്കിൽ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. അതിപ്പോൾ സെയിം സ്റ്റേറ്റിൽ ആണെന്നുണ്ടെങ്കിൽ പോലും സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. എക്സാമ്പിൾ, കേരളത്തിൽ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണാണ് കാക്കനാട്. ഓക്കെ, എ ലിമിറ്റഡിന് കേരളത്തിൽ 2 ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് കാലിക്കറ്റാണ്, നെക്സ്റ്റ് സ്പെഷ്യൽ എക്കണോമിക് സോണിലാണ്, കാക്കനാടാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാലിക്കറ്റിലുള്ള ബിസിനസ്സിന് രജിസ്ട്രേഷൻ എടുക്കണം. അതേപോലെ തന്നെ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ആ ബിസിനസ്സിനും എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ സെയിം സ്റ്റേറ്റിൽ തന്നെ ഒന്ന് സ്പെഷ്യൽ എക്കണോമിക് സോണിലും ഒന്ന് നോൺ സ്പെഷ്യൽ എക്കണോമിക് സോണിലാണെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. നെക്സ്റ്റ് സെക്ഷൻ 25 സബ്സെക്ഷൻ 8 സുവമോട്ടോ രജിസ്ട്രേഷൻ ബൈ ദി പ്രോപ്പർ ഓഫീസർ.
സുവമോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. ഇപ്പോൾ ടാക്സ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസറിന് തോന്നുകയാണ് ഈ വ്യക്തി രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് കണ്ടെത്തിയാൽ പ്രോപ്പർ ഓഫീസർ രജിസ്ട്രേഷൻ എടുപ്പിക്കും. അതിനെയാണ് സുവമോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പ്രോപ്പർ ഓഫീസറിന് തോന്നുകയാണ് ഈ വ്യക്തി രജിസ്ട്രേഷൻ എടുക്കേണ്ട വ്യക്തിയാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ സർവേയോ അല്ലെങ്കിൽ എൻക്വയറിയോ സെർച്ചോ ഇൻസ്പെക്ഷനോ ഒക്കെ നടത്തും. ഓക്കെ, ഇതിലൂടെ ആ വ്യക്തി രജിസ്ട്രേഷൻ എടുക്കാൻ ലാബിളായിട്ടുള്ള വ്യക്തിയാണെന്ന് കണ്ടെത്തുകയും എന്നാൽ ആ വ്യക്തി രജിസ്ട്രേഷൻ എടുക്കാതിരിക്കുകയും ചെയ്താൽ, അഥവാ രജിസ്ട്രേഷൻ എടുക്കാൻ ലാബിളായിട്ടുള്ള വ്യക്തി രജിസ്ട്രേഷൻ എടുക്കാതിരിക്കുകയും അത് പ്രോപ്പർ ഓഫീസർ കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ അവിടെ എന്ത് ചെയ്യും? ഒരു ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? പ്രോപ്പർ ഓഫീസർ ഒരു ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ട് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യും. ഈ ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയ ഡേറ്റ് മുതൽ 90 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഫോം അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യണം. ഇനി ആ വ്യക്തിക്ക് തോന്നുകയാണ് ഞാൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട വ്യക്തിയൊന്നുമില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടെമ്പററി രജിസ്ട്രേഷന് എതിരെ ഒരു അപ്പീൽ ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ സുവമോട്ടോ രജിസ്ട്രേഷന് ആരാണ് അവിടെ ചെയ്യുന്നത്? പ്രോപ്പർ ഓഫീസറാണ് ചെയ്യുന്നത്. ഓക്കെ, രജിസ്ട്രേഷൻ ചെയ്യേണ്ട ലാബിളായിട്ടുള്ള വ്യക്തിയാണ്. രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ പ്രോപ്പർ ഓഫീസറിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പററി നമ്പർ കൊടുക്കും. അത് വെച്ചിട്ട് ഒന്നിരിക്കെ അതെന്ത് ചെയ്യുക? 90 ദിവസത്തിൽ രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ ആ പേഴ്സണിന് തോന്നുകയാണ് ഞാൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു കംപ്ലൈൻറ്റ് വഴി അപ്പീൽ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ. സെക്ഷൻ 25 സബ്സെക്ഷൻ 9 ആൻഡ് 10 പ്രകാരം ചില ഏജൻസി അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. അവർക്ക് GSTIN പകരം എന്നുവെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിന് പകരം കൊടുക്കുന്ന ഒരു നമ്പറാണ് യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ. അപ്പോൾ ഏതൊക്കെയാണ് ആ ഓർഗനൈസേഷൻ? ഏതൊക്കെയാണ്? എനി സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് ദി UNO യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ or any multilateral financial institutions and organization as notified under the United Nations Privileges and the Immunities Act 1947. അതേപോലെ കോൺസുലേറ്റ് ഓർ എംബസി ഓഫ് ഫോറിൻ കൺട്രീസ് ആൻഡ് എനി അതർ പേഴ്സൺ നോട്ടിഫൈഡ് ബൈ ദി കമ്മീഷണർ. ഇനി വേറെ ഏതെങ്കിലും പേഴ്സണെ ഈ കമ്മീഷണർ നോട്ടിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരും എന്തെടുക്കണം? ഈ യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ എടുക്കണം. GSTN പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ, GST നെറ്റ്വർക്ക് പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോം അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? UIN കിട്ടും. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ UIN എടുക്കുന്നത്? അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? ഇപ്പോൾ ചില നോട്ടിഫൈഡ് സപ്ലൈസിന് ഇത്തരം ഓർഗനൈസേഷൻസ് റിവേഴ്സ് ചാർജ് ബേസിൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓർഗനൈസേഷൻസ് ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് എന്ത് കിട്ടും? റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ UIN എടുക്കുക, യൂസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യാം? റീഫണ്ട് ചെയ്യാം. ഓക്കെ, ഇനി യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പറിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ UIN യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ ഇഷ്യൂ ചെയ്യുകയും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സെക്ഷൻ 25 പറഞ്ഞിട്ടുള്ളത്. ഏകദേശം സെക്ഷൻ 25 സബ്സെക്ഷൻ 1 മുതൽ 10 വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി if a taxable person fail to obtain registration, he shall be liable to a penalty of 10,000 and the tax payable by him shall be collected along with the interest and penalty for non-payment of tax. ഇനി ഒരു ടാക്സിബിൾ പേഴ്സൺ
എന്നുവെച്ചാൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഒരു വ്യക്തി രജിസ്ട്രേഷൻ ചെയ്യാൻ ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പെനാൾട്ടി കൊടുക്കേണ്ടി വരും. എത്ര രൂപ? 10,000 രൂപ പെനാൾട്ടി കൊടുക്കണം. അതേപോലെ എത്രയാണോ ടാക്സ് കൊടുക്കാൻ ഉണ്ടായിരുന്നത് അത് കൊടുക്കുകയും നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് കൊടുക്കാത്തതിൻ്റെ പേരുള്ള പെനാൾട്ടിയും കൂടി അടയ്ക്കേണ്ടി വരും. ക്ലിയർ? അപ്പോൾ ഇതാണ് ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ സെക്ഷൻ 25 നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നോർമലി ഒരു പേഴ്സണ് രജിസ്ട്രേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ പ്രൊസീജിയറാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോർമൽ പ്രൊസീജിയർ ഓഫ് രജിസ്ട്രേഷൻ. ഓൾ ടാക്സബിൾ പേഴ്സൺ, കോമ്പോസിഷൻ സ്കീം, വളണ്ടറി രജിസ്ട്രേഷൻ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ഈ പറഞ്ഞ വ്യക്തികൾ GST രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ GST പോർട്ടലിൽ GST REG 01 പോവാം. അപ്പോൾ GST REG 01 രണ്ട് ഫോം ഉണ്ടാകും, ഫോം എയും ഫോം ബിയും. ഫോം എയിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പാന്, സ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യാം. അത് എന്നിട്ടത് OTP വഴി അതെന്ത് ചെയ്യും? വെരിഫൈ ചെയ്യും. ഫോം എയിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ GST പോർട്ടലിൽ ഒരു ടെമ്പററി റെഫറൻസ് നമ്പർ ഇഷ്യൂ ചെയ്യും. ഇത് GST REG 02 വഴി അപ്ലിക്കേഷൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് എന്ന നിലയ്ക്ക് അത് ഈ പേഴ്സണിന് പോകും. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ആ അപ്ലിക്കൻ്റ് ചെയ്യേണ്ടത് ഫോം ബി ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫോം ബി ഫില്ല് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ, ഡോക്യുമെൻ്റ് എല്ലാം സബ്മിറ്റ് ചെയ്യാനുണ്ട്. ആധാറും അങ്ങനെയുള്ള ഡോക്യുമെൻ്റ് എല്ലാം അപ്ലോഡ് ചെയ്യുകയും അത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ GST REG 01 ഫോം എയും ഫോം ബിയും ഫില്ല് ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പ്രോപ്പർ ഓഫീസറിൻ്റെ അടുത്ത് പോകും. അപ്പോൾ പ്രോപ്പർ ഓഫീസർ ആ ഫോം ബി ഒക്കെ അതിലുള്ള ഡോക്യുമെൻ്റ് എല്ലാം വെരിഫൈ ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ആ ഡോക്യുമെൻ്റ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 3 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷന് ഇഷ്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ് ത്രൂ GST REG 06. അപ്പോൾ GST REG 06 വഴി 3 ദിവസത്തിനുള്ളിൽ അപ്ലിക്കൻറ്റിന് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷന് അത് ലഭിക്കും. ഇനി പ്രോപ്പർ ഓഫീസർ GST REG 01 വഴി സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ഡോക്യുമെൻ്റ് എല്ലാം വെരിഫൈ ചെയ്ത് പ്രോപ്പർ ഓഫീസർ അത് ഓക്കെ അല്ല എങ്കിൽ അഡീഷണൽ ഡോക്യുമെൻ്റ് ഫോർ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ ഡോക്യുമെൻ്റ് ചോദിക്കും. അത് ചോദിക്കുന്നത് GST REG 03 വഴിയാണ്. ഓക്കെ, എന്നിട്ട് GST REG 04 വഴി 7 ദിവസത്തിനുള്ളിൽ അത് പ്രോപ്പർ ഓഫീസറിന് എന്ത് ചെയ്യണം? അയച്ചു കൊടുക്കണം, സബ്മിറ്റ് ചെയ്യണം, വീണ്ടും സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, 7 ദിവസത്തിനുള്ളിൽ ഈ GST REG 04 വഴി അഡീഷണൽ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തു. അത് പ്രോപ്പർ ഓഫീസർ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ഓഫീസറിന് സാറ്റിസ്ഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഓഫീസർ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷന് ഇഷ്യൂ ചെയ്യും. അത് 7 ദിവസത്തിനുള്ളിലാണ് ഇഷ്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ അഡീഷണൽ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തു, പ്രോപ്പർ ഓഫീസറിന് ഓക്കെ ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യും. ഇനി ഈ അഡീഷണൽ ഡോക്യുമെൻ്റ് അയച്ചു കൊടുത്തത് പ്രോപ്പർ ഓഫീസറിന് സാറ്റിസ്ഫൈ ആയിട്ടില്ല എങ്കിൽ ആ അപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്യും. അത് റിജക്റ്റ് ചെയ്തത് അറിയിക്കുന്നത് GST രജിസ്ട്രേഷൻ 05 വഴിയാണ്. ക്ലിയർ? ഇനി നമ്മൾ പറഞ്ഞു അഡീഷണൽ ഡോക്യുമെൻ്റ് ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ ഡോക്യുമെൻ്റ് 7 ദിവസത്തിനുള്ളിൽ അയച്ചു കൊടുക്കണം. 7 ദിവസത്തിനുള്ളിൽ അയച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അതെന്ത് ചെയ്യും? ആ അപ്ലിക്കേഷൻസ് അപ്പോഴും എന്ത് ചെയ്യും? റിജക്റ്റ് ആവും. റിജക്റ്റ് ആവുന്നത് GST REG 05 വഴി നമ്മൾ അറിയിക്കും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? GST REG 01 വഴി നമ്മൾ ഫോം എയും ഫോം ബിയും അതിലുള്ള ഡോക്യുമെൻ്റൊക്കെ അയച്ചു കൊടുക്കുന്നു. GST REG 02 വഴി അതിൻ്റെ അക്നോളജ്മെൻറ്റ് അപ്ലിക്കൻറ്റിന് കിട്ടുന്നു. GST REG 03 വഴി അഡീഷണൽ
ക്ലാരിഫിക്കേഷൻ വേണ്ടി അഡീഷണൽ ഡോക്യുമെൻ്റ് ചോദിക്കുന്നു. GST-REG-04 വഴി ആ അഡീഷണൽ ഡോക്യുമെൻ്റ് വീണ്ടും പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ദെൻ GST-REG-05 വഴി എന്ത് ചെയ്യും, നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ റിജക്റ്റ് ചെയ്തത് GST-REG-5 വഴിയാണ് അറിയിക്കുന്നത്. അത് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷന് ഇഷ്യൂ ചെയ്യുന്നത് GST-REG-06 വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ പ്രൊസീജിയർ ഓഫ് രജിസ്ട്രേഷൻ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 26 ഡീംഡ് രജിസ്ട്രേഷനും സെക്ഷൻ 27 കാഷ്വൽ ടാക്സബിൾ പേഴ്സൻ്റെ കേസിൽ രജിസ്ട്രേഷൻ പ്രൊസീജിയറും അതേപോലെ തന്നെ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൻ്റെ കേസിലുള്ള ഈ പ്രൊസീജിയർ ഓഫ് രജിസ്ട്രേഷൻ അതുമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് അത് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ് വിത്ത് അനദർ ടോപ്പിക്.